ഈച്ച ചാണ്ട എഴുതിട്ടോ. അപ്പം നമ്മളെ വീട്ടിലുള്ള ചെറുത്ത എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. ചങ്ങായിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ തുണക്കാരൻ്റെ പരിയത്തെ ഒരു ബിരിയാണി നിലൊക്കെ കഴിഞ്ഞാൽ നേരെ പോകുന്നതാണ്. അപ്പോൾ എടുക്കാൻ ബാക്കിയില്ല ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ട് ഒന്ന് നോക്കട്ടെ, അതിൽ എന്താ സംഭവം നോക്കട്ടെ. അപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കാണ്. പെട്ടി കറക്കി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതൊക്കെ തേന. ഞാൻ ആദ്യം ഇതിൽ നമ്മളേ റാണി ഉണ്ടാവും. റാഫി റാണിനെ വരുന്നത് ഇത് കാട്ടൂലടാ, നമ്മള് മെയിൻ ചെയ്യാൻ മതി. തമ്മലാണ് പൂമ്പൊടി മിക്സ് ആയതാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ട വെല്ല നമ്മൾ മറ്റേക്ക് ഷിഫ്റ്റ് ചെയ്യണം. മുട്ടയ്ക്ക് വെച്ച് മുന്നൂറൊക്കെ ഉണ്ടാവും. പാത്രം തന്നെ മുടിച്ചിട്ടോ. ചെറിയ സാധനങ്ങളല്ലേ പാത്രം തമ്മിൽ കൂടിട്ടോ. ഈ സാധനം ഇത് പിഴിഞ്ഞാലേ ഇതിന്റെ അടിയിലൊരു മഞ്ഞ ഉണ്ടാവും. ഇപ്പൊ ആ പലകീക്ക് നോക്കിയാ ആ പലകയിലാണ് പൂമ്പൊടിയിൽ മിക്സ്. അതേമാതിരി ഇതിന്റെ അടിയിൽ ചെറിയ മഞ്ഞ കട്ട ഉണ്ടാവും പൂമ്പൊടിന്റെ ഒക്കെ. ആ കട്ട തേനക്ക് കലങ്ങുന്നത് വേറെ കളറാവും. ആ കട്ടയാണ് ഇതൊക്കെ ഉണ്ടോ ഉണ്ടോ. അതിൽ തേനല്ല ഉണ്ടോ, ഇതില് തേനല്ല, ഇത് ഉണ്ടാവും അതില്. അപ്പോൾ അത് തേനക്കൊണ്ട് സാധനം സെറ്റാവും. റാഫിയെ കൂടെ നമ്മൾ പിരിച്ചണമെന്നില്ല കേട്ടോ. റാഫിയെ ഇത് കുറച്ചേരം വെച്ചാൽ മതിടാ. കുറച്ചേരം വെച്ചാൽ തന്നെ ഇതിമത്തെ ഏകദേശം ഒരു 90% തേനും ഇതേമാതിരി പരകുമ്പോൾ ഞാൻ പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ട് ഇതിനെന്താ റാഫിക്ക് അറിയോ, ഞങ്ങൾ ചൂട് ഇതിങ്ങനെ അപ്പത്തനായിട്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പെട്ടിന്ന് കൂടുതൽ തേന ഒഴിച്ചാല് കയറുമ്പോ നോക്കിയാ കാരണം ഈ നേരം കൊണ്ട് തന്നെ പലകീന്ന് നോക്കിയാ എല്ലൊന്നുമില്ല, കുറച്ചെണ്ണത്തിലുണ്ട്.